പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പ് അടുത്തു വരിക. ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. മൂന്ന് മുന്നണികളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അതത് സ്ഥാനത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ മാറ്റിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വിജയിച്ച് കേരളം ഭരിക്കാൻ അല്ലെങ്കിൽ കേരളത്തിൽ നിർണായക ശക്തിയാകാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേരളത്തിലെ ജനങ്ങൾ പല ചേരികളായി അവരോടൊപ്പം ചേർന്നുകൊണ്ട് പരസ്പരം പോരടിച്ചും വാഗ്വാദം നയിച്ചും ഒക്കെ അവരെ പിന്തുണച്ചുമൊക്കെ സഞ്ചരിച്ചു കൊണ്ടുവരിക്കുന്നു. എന്നാൽ ഈ മൂന്ന് മുന്നണികളും ഞാനും നിങ്ങളും അടങ്ങുന്ന ജനസമൂഹവും ഇപ്പോഴാണ് സംസാരിക്കേണ്ടത്. സംസാരിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഇടതുമുന്നണി, വലതുമുന്നണി, ഇപ്പോൾ NDA മുന്നണി, മൂന്ന് മുന്നണികൾക്കും പ്രസക്തിയുണ്ട് കേരളത്തിന്. ഈ മൂന്ന് മുന്നണികളും സംസാരിക്കാത്ത ജനകീയ വിഷയം, ജനങ്ങളുടെ വിഷയം, അതായത് ഒന്നാമതായി ഇവിടെ സംസാരിക്കേണ്ട വിഷയത്തെക്കുറിച്ച് മൂന്ന് മുന്നണികളും മൗനം പാലിക്കാം. ഇപ്പോ നമ്മൾ ജനങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും നമ്മളാണ്, അതായത് സാധാരണക്കാരാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് എന്നതുകൊണ്ട് നമ്മുടെ വിഷയം നമ്മൾ തന്നെ പറഞ്ഞേ പറ്റും. കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പച്ച സാധുക്കളായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷെ വലിയ കടക്കണിയോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കുടുങ്ങിപ്പോകും. മതപരമായിട്ട് ഉണ്ടാക്കി വെക്കുന്ന കടമാണ്. മറ്റ് നിലയിൽ പട്ടിണി കിടക്കാനോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനോ വലിയ തടസ്സമുണ്ടെന്ന് തോന്നുന്നില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ വമ്പൻ കാശുകാർ, സാമ്പത്തികമുള്ളവർ, അവർക്കും ഇവിടെ ജീവിക്കാൻ പ്രയാസമൊന്നുമില്ല. ആടിച്ചു ലാവിഷായി ജീവിക്കാനുള്ള പണം അവർക്ക് ഏതെങ്കിലുമൊക്കെ വഴി എത്തുന്നുണ്ട്, അവരുണ്ടാക്കിയിട്ടുണ്ട്, അത് അവരുടെ മെടുക്ക്, ഓക്കെ. പക്ഷെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കുറെ സാധാരണക്കാരുണ്ട് ഇവിടെ. അവരാണ് ഇവിടുത്തെ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം. ഈ ഭൂരിപക്ഷത്തിന്റെ വോട്ട് വാങ്ങിയിട്ടാണ് ഇവിടെ ഇടതായാലും വലതായാലും NDA മധ്യത്തിൽ നിൽക്കുന്നവരായാലും ആരായാലും വിജയിച്ചു പോകുന്നത്. ആ വോട്ടുകൾ കണ്ടു തന്നെയാണ് അവർ സംസാരിക്കുന്നതും പ്രചരണം നടത്തുന്നതും. എന്നാൽ ആ ഒരു വിഭാഗം എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നത് മാത്രമാണ് അവർ അന്വേഷിക്കാത്തത്. അഥവാ അവരുടെ വോട്ട് ബാങ്ക് ആരാണോ അവരെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയുന്നത് ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളാണ്, നമ്മൾ ചിന്തിക്കാത്ത വിവരങ്ങളാണ്. പക്ഷെ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ആര് നമുക്ക് വേണ്ടി സംസാരിക്കും? ഇപ്പോഴാണ് നമ്മളത് പറയേണ്ടത്. നമ്മുടെ വിഷയങ്ങൾ, ഞാനിനി മുന്നിൽ വെക്കാൻ പോകുന്ന വിഷയം, ഇവിടെ ഏത് മുന്നണിയാണോ പരിഹരിച്ചു തരാൻ പ്രാപ്തിയുള്ളത് അവരാണ് നമ്മളിവിടെ ജയിച്ചു വരേണ്ടത്. കാരണം ഇവിടെ സാധാരണക്കാരനാണുള്ളത്. സാധാരണക്കാരൻ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കേരളമില്ല. കേരളമില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഭരണം എന്തിന്, ഭരണാധികാരികൾ എന്തിന്? അങ്ങനെ വരുമ്പോ ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ, ജനജീവിതം സംരക്ഷിക്കാൻ ആരാണോ പ്രതിജ്ഞാബദ്ധമായി സംസാരിക്കുന്നത്, ആരാണോ ഉറപ്പു തരുന്നത്, അവരാണ് ഇവിടെ ജയിച്ചു വരേണ്ടത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ഏത് വ്യക്തിയായാലും. നമുക്കറിയാലോ കേരളം ഇപ്പൊ കടന്നു പോകുന്നത്. ദയവായി ഈ വീഡിയോ മുഴുവനായി കാണാം. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഉള്ള ആഭിമുഖ്യം കൊണ്ട് പറയുന്ന വീഡിയോ ഒന്നുമല്ല. ഡിഫറന്റ് ആംഗിൾസ് എന്ന ചാനലിലൂടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പൊക്കിക്കൊണ്ട് ഇതുവരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. ഓരോ കാലത്തും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ഉള്ളത് എന്നതുകൊണ്ട് അവരുടെ ഭരണ സംവിധാനങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നല്ലത് എന്ന് പറയുകയും, എന്നാൽ അവർ തന്നെ മോശം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് മോശമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ചിലരൊക്കെ എന്റെ ആ നല്ല വീഡിയോകൾ, അവരെ കുറിച്ച് നല്ലത് പറയുന്ന വീഡിയോ കാണുമ്പോൾ ബാക്കിയുള്ളവരെ ഒക്കെ ഇടിച്ചു താഴ്ത്തിയിട്ടിട്ട് ആ പാർട്ടിക്കാരനാണ് ഞാൻ എന്ന് കരുതും. എന്നാൽ അവരെ വിമർശിക്കുന്ന ആള് ആ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റേതോ പാർട്ടിക്കാരനാണെന്ന് കരുതും. ഇപ്പോ നരേന്ദ്രമോദിയുടെ അടിസ്ഥാന വികസനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനൊരു BJP കാരനാകും. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള അടിസ്ഥാന വികസനങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ കിറ്റിന്റെ മെച്ചത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനൊരു സഖാവായി മാറും, അതായത് കമ്മിയായി മാറും. എന്നാൽ പിണറായി സർക്കാരിന്റെ അടിസ്ഥാന ജനങ്ങളോടുള്ള പെരുമാറ്റവും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ സഖാക്കളിൽ നിന്ന് തെറിവിളി കേൾക്കേണ്ടി വരും. ഇത് എന്റെ ഫേസ്ബുക്ക് പേജിന്റെ ഒക്കെ കമന്റ് ബോക്സിന്റെ താഴെ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. സത്യത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് പ്രത്യേകിച്ച് കൂറോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമല്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാർ നമുക്കിവിടെ ജീവിച്ചു പോകണം. നമ്മുടെ ജീവിതം, അതായത് സാധാരണക്കാരന്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് പിണറായി സർക്കാരെങ്കിൽ ആ സർക്കാർ ഓക്കെ. ഇനി അതല്ല VD സതീശൻ സർക്കാരെങ്കിൽ, അല്ലെങ്കിൽ KC വേണുഗോപാൽ സർക്കാരെങ്കിൽ അത് ഓക്കെ. ഇനി അതല്ല രാജീവ് ചന്ദ്രശേഖർ സർക്കാരെങ്കിൽ ഓക്കെ. നമുക്ക് ആരായാലും ഓക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ളവരെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എങ്ങനെയായാലും നമ്മുടെയൊക്കെ ജീവിതം സന്തോഷകരമായി ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്, ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുക്കാം. ഇപ്പൊ പിണറായി സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത് എന്നതുകൊണ്ട്
അവരെ വിമർശിക്കുന്നതായിട്ട് കണക്കാക്കണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടം പറഞ്ഞല്ലേ പറ്റും. ആ കാലഘട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഇവിടെ ഭരിക്കുകയും ചെയ്യും. വളരെ ഗുരുതരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വിലക്കയറ്റം കൊണ്ട് നമ്മൾ പൊറുതിമുട്ടുകയാണ്. വിലക്കയറ്റത്തിന് ആനുപാതികമായിട്ടുള്ള വരുമാന വർധന വരുന്നില്ല എന്നതാണ് അതിന്റെ പ്രധാന പ്രശ്നം. ഇപ്പോ ഒരു ലിസ്റ്റ്, നിങ്ങൾ ഈ കാണുന്ന ലിസ്റ്റ് നോക്കൂ. ഇതിനകത്ത് 2016 അരി, അന്നത്തെ അരി വില നോക്കുകയാണെങ്കിൽ 22-25 റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്നത് 42-45 ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ അന്ന് 120 ആണെന്നുണ്ടെങ്കിൽ 500 രൂപ വരെ നമുക്കിവിടെ വെളിച്ചെണ്ണ പോയിരുന്നു. എത്ര ശതമാനം കൂടിയെന്ന് നോക്കുക. സൺഫ്ലവർ 85 രൂപയായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ വില 165 രൂപയാണ്. അങ്ങനെ ഓരോന്നും വില കൂടി 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 നോക്കുമ്പോൾ ശതമാന കണക്ക് നോക്കുകയാണെങ്കിൽ 80%, 70%, 160%, അങ്ങനെ നോക്കി 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 വലിയ ശതമാന കണക്കിലാണ് ഇവിടെ വില വർധന വന്നിട്ടുള്ളത്. നോക്കൂ, ഏറ്റവും താഴെ ഓട്ടോയുടെ മിനിമം ചാർജ് എന്ന് പറഞ്ഞാൽ 20-ൽ നിന്ന് 30 മാറി. അതായത് 50% വർധനമാണ് ഈ 10 വർഷം കൊണ്ട് ആകെ ഉണ്ടായിട്ടുള്ളത്. ഈ 10 വർഷം കൊണ്ട് 50% വർധന ഓട്ടോറിക്ഷ ചാർജ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോറിക്ഷക്കാരൻ, ആ സാധാരണ തൊഴിലാളി, അവൻ വില കൊടുത്ത് വാങ്ങേണ്ട സാധനങ്ങളുടെ വില, അവന്റെ കുടുംബ ബഡ്ജറ്റിൽ അവൻ ചെലവഴിക്കപ്പെടേണ്ട സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് 150, 200, 500% കൂടിയിട്ടുണ്ട് പലതും. നമ്മൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ അത് പ്രതിസന്ധിയുണ്ട്. ഗ്യാസ്, പാചകവാതകം. ഏകദേശം 600 രൂപയായിരുന്നത് ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ 1100 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഏതാണ്ട് ഇരട്ടിയായിട്ടുണ്ട്. അത്രത്തോളം വില കൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ പെട്രോൾ ഉൽപ്പന്നങ്ങൾ, അതുപോലെ പാചകവാതകം ഒക്കെ വില കൂടി കുടുംബ ബഡ്ജറ്റിനെ മുഴുവൻ താളം തെറ്റിക്കുന്ന ഒരവസ്ഥ വന്നിട്ടും ഈ 3 മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ എന്തേ ഇവിടുത്തെ വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല? പത്തനംതിട്ടയിൽ ഒരു സഖാവ് പെണ്ണുപിടിച്ച കഥ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വഴിയാധാരമാക്കിയ കഥ പറയുന്നത്. ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് 3 എണ്ണത്തിനെ പീഡിപ്പിച്ചു എന്നുള്ള കഥകൾ പറയുന്നത്. ഇനി മറുഭാഗത്ത് എന്തെങ്കിലും പറയാൻ കിട്ടുമെന്ന് നോക്കി നടക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാർ, ഈ സാധാരണക്കാരുടെ നിത്യ ഉപയോഗം വസ്തു എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. എന്തെങ്കിലും കഴിച്ചു കിടക്കണ്ടേ? ഒരു 5-10 വർഷം മുമ്പ് മുതിര, പണ്ടത്തെ നമ്മളൊരു പരിപാടി ഇരുന്ന് മുതിരപ്പയർ അത് വേവിച്ച് കഴിക്കും, കുറച്ച് വെള്ളത്തിന്റെ വെള്ളവും കുടിക്കും. പട്ടിണി അകറ്റാൻ, പശി അകറ്റാൻ അതായിരുന്നു അന്നത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്. 10-15 രൂപയ്ക്ക് അത് കിട്ടുകയും ചെയ്യുമായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയാം? അത്രത്തോളം വില കൂടിക്കഴിഞ്ഞു. അതായത് പട്ടിണി കിടക്കാൻ വേണമെന്നുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് 10,000 രൂപ വേണം എന്ന അവസ്ഥയിലെത്തിക്കുകയാണ് പട്ടിണി കിടക്കാൻ. അതുപോലും ഇല്ലാത്ത വെറും 1,600 രൂപ മാത്രം പെൻഷൻ, അല്ലെങ്കിൽ 2,000-ഓ 2,500 രൂപ മാത്രം പെൻഷൻ കൊടുക്കുന്ന ഈ കാലത്ത് പട്ടിണി കിടക്കാൻ 10,000 വേണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഭരണകൂടം, കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ച ഭരണകൂടം, ഇപ്പോ ഞങ്ങൾ സാധാരണക്കാരുടെ ജീവിതം ഇനി വരുമ്പോൾ ഇവിടെ ഒരുപാട് വിലക്കയറ്റമുണ്ട്, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ വിലക്കയറ്റത്തെ ഞങ്ങൾ പിടിച്ചു നിർത്താൻ വേണ്ടി ഞങ്ങൾ ഇന്ന പാക്കേജുകൾ ചെയ്യും. വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നല്ല, ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മുടെ പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാനും കൊള്ളൂല. ഇന്ന് പറയുന്നത് നേരെ വിപരീതമായിട്ടാണ് പിറ്റെന്ന് പറയുക. തലേ ദിവസത്തെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞു വരുത്തുന്നതാണെന്ന് പറയും. അങ്ങനെ കോമഡി പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ് അപ്പുറത്തുള്ളത്. ഇപ്പുറത്തൊരു പാർട്ടി നേതാവുണ്ട്. ആ നേതാവിനാകട്ടെ സ്വന്തം നേതാക്കളെ പെണ്ണുകേസിപ്പെടുത്താനും അതുപോലെ തമ്മിലടിക്കാനും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മൂലക്കിരുത്താനുമാണ് അദ്ദേഹത്തിന് നോട്ടം. പിന്നെ മൂന്നാമത്തെ ഒരു മുന്നണി, NDA മുന്നണി. അവരാണ് ഇതൊക്കെ പറയേണ്ടത്. അവരും ഈ പറഞ്ഞ പോലെ CPM നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ കുറെ ആൾക്കാരെ കിട്ടുമോ? കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലങ്ങളും നിർത്താനുള്ള ആൾക്കാർ കിട്ടാത്തത് കൊണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറച്ചുപേരെ റാഞ്ചിക്കൊണ്ട് പരമാവധി സീറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് സാധാരണക്കാരായി ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു വിഭാഗത്തിന് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ബോധം ഇവരിൽ 3-ൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇവര് 3 പേർ ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇതിപ്പോഴല്ലേ ഈ വാർത്ത പറയേണ്ടത്, ഈ വിഷയം പറയേണ്ടത്? 10 വർഷം ഇവിടെ ഭരിച്ചിട്ടുള്ള പിണറായി സർക്കാർ, മൂന്നാമതും അതേ പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ പ്രതീക്ഷ അത് തന്നെയാണ്. ആരൊക്കെ എങ്ങനെ തലകുത്തി നിന്നിട്ടും കാര്യമില്ല, LDF തന്നെ മൂന്നാമത് വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരും എന്നതുകൊണ്ട് തന്നെ അടിസ്ഥാന വികസന മേഖലയിൽ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള CPM എന്ന് പറഞ്ഞ കഴിഞ്ഞ സർക്കാർ, ആ സർക്കാരിന് ഇനി
ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തിലും വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ അവർക്ക് ധൈര്യപൂർവ്വം പറയാം, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുക, ഇനി അതല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാൻ അതിനോളം വരുമാനം ഉണ്ടാകാനുള്ള മാർഗം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. വിലക്കയറ്റത്തിലും ഈ വരുമാന വർധനവിനും ഞങ്ങൾ വേണ്ട വിധം ഈ രീതിയിൽ ഞങ്ങൾ പാക്കേജ് ചെയ്യും, ഇന്ന രീതിയിൽ ഞങ്ങൾ എല്ലാം നടപ്പിലാക്കും എന്ന് ഒന്ന് പറയാനുള്ള ധൈര്യം, ഉറപ്പ് ഏതിനാണെന്ന് ഞാൻ പറയുന്നത് അത് തന്നെ. അതിനുള്ള ഉറപ്പ് ഈ പിണറായി വിജയൻ അടക്കമുള്ള ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനുണ്ടോ, ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോഴാണത് പറയേണ്ടത്. ഇനി അതല്ല, കഴിഞ്ഞ 10 വർഷത്തെ ഭരണക്കോട്ടത്തെക്കുറിച്ച്, പിണറായി സർക്കാരിന്റെ വഴിവിട്ട ഭരണത്തെക്കുറിച്ചും കൊള്ളയെക്കുറിച്ചും പലതിനെക്കുറിച്ചും ഇങ്ങനെ ആരോപിച്ച് ഇപ്പൊ അവസാനം റാന്നിയിലെ പെണ്ണുകേസ് വരെ എത്തി നിൽക്കുന്ന, അതുവരെ വിഷയമാക്കുന്ന ഇവിടുത്തെ UDF നേതൃത്വം, വി ഡി സതീശനായാലും KC വേണുഗോപാലായാലും ഇനി ഹൈക്കമാൻഡ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ആരായാലും ഇവരെല്ലാവരും ഈ കേരളത്തിലെ ഈ സാധാരണക്കാരെ ജനങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ ഈ ഒരു അവസ്ഥയും ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള വിലക്കയറ്റവും അവരുടെ വരുമാന ഒരു ബാലൻസിങ് ഇല്ലാത്തൊരവസ്ഥയും പരിഹരിക്കാൻ ഞങ്ങളിത് ഇന്ന പാക്കേജ് കൊണ്ടുവരും, അതുകൊണ്ട് നിങ്ങൾ പിണറായിസത്തെ തൂത്തെറിയണം, ഞങ്ങളുടെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കും, നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ, തൊഴിൽ പ്രയാസങ്ങൾ, വരുമാന പ്രയാസങ്ങൾ ഞങ്ങൾ ദൂരീകരിക്കും, വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറയാൻ ഇവിടുത്തെ UDF നേതൃത്വം തയ്യാറാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ വിജയിച്ചു കയറിയേക്കാം. ഇനി NDA അവരെ വെറുതെ വിടാൻ പറ്റൂലല്ലോ. ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ മോശമായി തന്നെ അവർ സംസാരിക്കുന്നത്. ഉള്ളിലൂടെ തമ്മിൽ തോളത്തെ കൈയിട്ടുകൊണ്ട് ബായി കളിച്ചുകൊണ്ട് സീറ്റ് കച്ചവടം നടക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളെ തൂത്തെറിഞ്ഞുകൊണ്ട് കേരളം ഭരണം പിടിച്ച് അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ NDA ഭരിക്കണം, BJP മാത്രം മതി എന്ന ഒരു ചിന്തയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ പോലും ഈ പെട്രോൾ വില വർധന ഇത് പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ നികുതി GSTയിലേക്ക് കൊണ്ടുവരാനോ ഏതെങ്കിലും വിധത്തിൽ അതൊന്ന് ക്രമീകരിച്ചുകൊണ്ട് മൊത്തത്തിലുള്ള വില വർധന തടയിടാൻ വേണ്ടിയിട്ടുള്ള യാതൊരു നടപടികളും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, അതേക്കുറിച്ച് മിണ്ടുന്ന പോലുമില്ല. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള, അതായത് മിഡിൽ ക്ലാസ് ഫാമിലി എന്നാ പറയാം, ഈ മിഡിൽ ക്ലാസ് ആണ് ഇവിടെ കൂടുതൽ, എല്ലാം വെള്ളക്കാർഡാ, ഒരു ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ പോലും അവന് വെള്ളക്കാർഡാണ്. അത്തരത്തിലുള്ള ആൾക്കാർ ഇവിടെ പട്ടിണി കിടന്ന് ചത്തോട്ടെ എന്ന് കരുതുന്ന ഈ 3 വിഭാഗങ്ങളിൽ ആരാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ കാണാൻ ഇനിയെങ്കിലും ശ്രമിക്കുന്നത്, ഇനിയെങ്കിലും സംസാരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് വേളയിൽ BJP എങ്കിലും പറയുമോ, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ, കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പാക്കേജുകൾ ഇന്നതാണ്, ഇന്ന പദ്ധതികളാണ്, തൊഴിൽ മേഖലയിൽ, വരുമാന മേഖലയിൽ, പെൻഷൻ മേഖലയിൽ, അതുപോലെ തന്നെ അവരുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തുന്നതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന കാര്യം നടപ്പിലാക്കും എന്നതിനെ കുറിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി പറയോ? NDA പറയോ? ഇവിടുത്തെ CPM പറയോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയോ? പറയണം. നിങ്ങളത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കപട നാണയങ്ങളാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ട് കൊള്ളയടിക്കാൻ വേണ്ടി, നിങ്ങൾക്കൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ കയറുന്നവരാണ്. അങ്ങനെ കരുതാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ വൈകിട്ടില്ല. ഇനി നിങ്ങൾ പറയണം, സമയമുണ്ട്. ഞങ്ങൾ കടന്നു വന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതാണ് പാക്കേജ് തരാൻ പോകുന്നത്, അവരുടെ ജീവിതം ഞങ്ങൾ ഇങ്ങനെയാണ്, സാധാരണക്കാരെ ഞങ്ങൾ ഇങ്ങനെയാണ് എത്തിക്കാൻ പോകുന്നത്, സാധാരണക്കാർക്ക് ഇത്ര വിലക്കാണ് ഞങ്ങൾ സാധനങ്ങൾ എത്തിക്കാൻ പോകുന്നത്, അവരുടെ ജീവിതത്തിൽ ഇന്ന പാക്കേജുകളാണ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ഇത് പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ 3 വിഭാഗവും കള്ളന്മാരാണ് എന്ന് വേണം വിശ്വസിക്കാൻ. വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ്. കാര്യം കേരളത്തിൽ ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാരൻ ആരോടാണ് ചെന്ന് അവന്റെ സങ്കടങ്ങളും അവന്റെ വിഷമങ്ങളും ഇറക്കി വെക്കേണ്ടത്? അവന്റെ ജീവിത പ്രാരാബ്ധം, അവന്റെ കടക്കണി, അവന്റെ ലോണിന്റെ പ്രയാസങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നുണ്ട്, താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടരുന്നൊക്കെ. പക്ഷെ അതിങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ലക്ഷം 3 ലക്ഷം ഇത്രയൊക്കെ ഉള്ളൂ കടം. ആ കടം അടയ്ക്കാൻ പോലും കഴിയില്ലാത്തത്. ഒരു നാട്ടിലിറങ്ങി പാർട്ടികളെല്ലാവരും കൂടെ 2 രൂപ 10 രൂപ പിരിവിട്ടാക്കുന്ന പൈസയുള്ളത്, അതുപോലും ചെയ്യാതെ അവരെല്ലാം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇനിയെങ്കിലും നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കണ്ടേ? സാധാരണക്കാർക്ക് വേണ്ടി ഇവരാരും ശബ്ദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ മതി എന്നൊരു തീരുമാനം ഇവിടുത്തെ സാധാരണക്കാർ എടുക്കണ്ടേ? Different angles. Don't forget to subscribe and support this channel.